ഗാനം ചൊല്ലുന്നു. വിശുദ്ധ തിരുവെഴുത്തുകൾ തുറക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. എട്ടാമത്തെ വാക്യത്തിൽ നിന്ന് നാം ഗ്രഹിച്ചിരിക്കുന്നത് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. പുതിയൊരു നിയമം. ഈ വിഷയത്തിൻ്റെ കീഴിൽ ചില നിമിഷങ്ങൾ നമ്മൾ ദൈവവചനം ധ്യാനിപ്പാൻ കൃപയിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച നിർത്തിയത് പുതിയ നിയമം എന്നുള്ള ഈ വിഷയത്തിൻ്റെ ഒന്നാമത്തെ ചില പോയിന്റുകളായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ അല്പമായി ധ്യാനിച്ചത്. സവിശേഷതയുള്ള പുതിയ നിയമത്തിൻ്റെ 5 വിധ പ്രത്യേകതകളെക്കുറിച്ച് നാം ഹ്രസ്വമായിട്ട് ധ്യാനിക്കുകയുണ്ടായി. ഒന്ന്, പുതിയ നിയമം പഴയ നിയമ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. 2, പുതിയ നിയമം രക്ത ഉടമ്പടി ആണ്, അഥവാ കലാൽ നിയമമാണ്. 3, പുതിയ നിയമം യേശു കർത്താവിൻ്റെ മധ്യസ്ഥതയാൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ്. 4, യേശു കർത്താവിൻ്റെ മരണത്താൽ, നിയമകർത്താവിൻ്റെ മരണത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ് പുതിയ നിയമം. 5, സവിശേഷതയുള്ള വാഗ്ദത്തങ്ങളുടെ മേൽ, വിശേഷതയുള്ള വാഗ്ദത്തങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ് പുതിയ നിയമം. അതിൽ 1, കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിലെ, അതിനു മുൻപുള്ള കാലത്തെയുമൊക്കെ പഴയ നിയമ പ്രവചനത്തിൻ്റെ പ്രത്യക്ഷര നിവർത്തിയായി വെളിപ്പെട്ടതാണ് പുതിയ നിയമം. അതിന് ബാബിലോണ്യ പ്രവാസത്തിലേക്ക് 2 ഗോത്രമടങ്ങിയ നാട് കടന്നു പോകുമ്പോൾ അന്നത്തെ പിള്ളേര് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ആ കാര്യം വീണ്ടും പ്രവാസത്തിലേക്ക് പോയപ്പോൾ പ്രവാസത്തിൽ വെച്ച് പറഞ്ഞ കാര്യം, ഒരേ കാര്യം 2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ അല്പമായി ഗ്രഹിച്ചു. 1, പഴയ നിയമ പ്രവചനത്തിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തിയാണ് പുതിയ നിയമം എന്ന് ഉള്ള ഭാഗം ധ്യാനിച്ചപ്പോൾ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുന്നു. യിരെമ്യാ പ്രവാചക പുസ്തകം 31-ാമത്തെ അധ്യായം 31-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ ഒന്ന് താഴോട്ട് വായിച്ച് സഹായിച്ചാൽ. ഈ വാക്യമാണ് എബ്രായ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഉദ്ധരണിയായി പരാമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പുതിയൊരു നിയമം ചെയ്യും, അങ്ങനൊരു കാലം വരും എന്നുള്ളതിൻ്റെ ഉത്തരം യിരെമ്യാ പ്രവചനം 31-ന്റെ 29-ാമത്തെ വാക്യം മുതൽ ഉള്ള വാക്യങ്ങൾക്കകത്തെ വിഷയമാണ്. വായിച്ചോ. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. അപ്പോൾ ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പോകുന്നവർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, മക്കള് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടല്ല ഈ പ്രവാസം അനുഭവിക്കുന്നത്, അപ്പന്മാരൊക്കെ പച്ചമുന്തിരിങ്ങ തിന്നു, അതാണ്. ഇത് തോറയിൽ മോശയുടെ ന്യായപ്രമാണത്തിനകത്തോ ഖുത്ബീമിനകത്തോ നബീമിനകത്തോ പരാമർശിക്കപ്പെട്ട ഒരു വിഷയമല്ല. ഇതിൻ്റെ ഉൽപ്പത്തി
ഇവർ പ്രവാസത്തിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പ്രവാസത്തിൽ പ്രവചിച്ച പ്രവാചകനായ യെഹെസ്കേൽ ആ കാര്യത്തെക്കുറിച്ച് ഇതിൻ്റെ അഡ്രസ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എടുക്കാം. അത് കഴിഞ്ഞ ആഴ്ച വായിച്ചത് കൊണ്ട് ഒന്നും കൂടെ വായിക്കാം. വായിച്ചോ? 18:2 വായിച്ചോ? യെഹെസ്കേൽ 18:2. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയും. അപ്പോൾ ഇത് 10 ഗോത്രമടങ്ങിയ ഇസ്രായേൽ ദേശത്തെ പഴഞ്ചൊല്ലാണ്. ഇസ്രായേൽ ദേശത്തു നിന്നൊക്കെ വന്നത് അത് എവിടുന്നാണ് എന്നുള്ളത് ഈജിപ്റ്റ് വഴി വന്നതാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗ്രഹിച്ചിരുന്നു. അത്രയൊക്കെ പറഞ്ഞാണ് നിർത്തിയത്. ഇങ്ങനൊക്കെ ഈ പഴഞ്ചൊല്ല് പറച്ചില് സ്വർഗത്തിലെത്തി. ദൈവം ഇത് കേട്ടു. അപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. പിതാക്കന്മാരുടെ അകൃത്യം പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. അപ്പോ അപ്പന്മാരെന്തേലും ചെയ്താൽ അത് 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ എന്ത് ചെയ്യും? മക്കളുടെ മേൽ സന്ദർശിക്കുകയും. അപ്പോൾ ഈ വാക്യവും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വർഗം ഒരു ഇടപെടൽ നടത്താൻ പോവാണ്. തന്റെ നിയമനിർമ്മാണ സഭയിൽ ഒരു പുതിയൊരു നിയമം ചെയ്യുന്ന കാലം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? വെളിപ്പെടുത്താൻ പോകുക എന്ന് യിരെമ്യാവിലൂടെയും യെഹെസ്കേലിലൂടെയും വിളംബരം ചെയ്തു. അത് എന്ന് നടപ്പിലായി എന്നുള്ളതാണ് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ 8-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് ഈ പുതിയ നിയമം പഴയ നിയമം എന്ന് കേൾക്കുമ്പോൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളെയാണ് പഴയ നിയമം എന്ന് പറയുന്നത്. എന്നാൽ ഉപദേശപരമായി നോക്കുമ്പോൾ അങ്ങനല്ല. പഴയ നിയമ പുസ്തകത്തിനകത്തും പുതിയ നിയമ ഉപദേശം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് മാത്രമല്ല. അതുകൊണ്ടാണല്ലോ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ യെശയ്യാ പ്രവചനം 53 വായിച്ചിട്ട് അതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം എത്തിയപ്പോൾ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് തന്റെ ഉള്ളിൽ കയറിയ വചനം തള്ളി ഇറക്കിയത്. പിടികിട്ടിയ ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പഴയ നിയമ പുസ്തകത്തിനകത്ത് പുതിയ നിയമ ഉപദേശമുണ്ട്. ഈ പുതിയ നിയമം അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് അതുകൊണ്ടാണ് പുളിക്കുന്നുണ്ടല്ലേ. പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുന്നു. ഇത് ഞാൻ ആ പുളി അങ്ങ് മാറ്റാൻ പോവാ. ഇനി യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം കഴിഞ്ഞ് 30-ാം വാക്യം വായിച്ചേ. ഓരോരുത്തൻ താന്താന്റെ അകൃത്യം നിമിത്തം അത്രേ മരിക്കുന്നത്. അടുത്തത് പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കുള്ളൂ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലേ പുളിക്കുള്ളൂ. അങ്ങനെ ഒരു സീസൺ കൊണ്ടുവരാൻ പോവാണ്. അടുത്തത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന പുതിയ നിയമം സ്ഥാപിക്കുമ്പോൾ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയിലേക്ക് അകൃത്യം നീണ്ടു നിൽക്കില്ല. കാര്യം പുതിയ നിയമത്തിലെ രക്ഷ വ്യക്തിപരമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയ വാക്യം, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പഴയത് കഴിഞ്ഞു പോയി. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം കരേറ്റാമോ? അതുകൊണ്ട് ഒരു പിതൃശാപവും രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിലേക്ക് തുടരുന്നില്ല. യേശുവിന്റെ രക്തം അവനെ വന്ന് ടച്ച് ചെയ്തതോടുകൂടെ സകല പിതൃശാപവും അവനിൽ ബ്രേക്കായി എന്ന തിരിച്ചറിവ് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? അവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. അന്നേരം ഏതേലും
ഞങ്ങളെപ്പോലെ വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഒക്കെ ഇട്ടിട്ട് 2 മറുഭാഷയൊക്കെ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട നിന്റെ തലയെ കൈവച്ചിട്ട് പിതാക്കന്മാരുടെ ചില പാരമ്പര്യ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതിനെ കെട്ടിക്കാനുള്ള വാക്യമാണ് ഇന്ന് കെട്ടുകണക്കിന് ഇവിടെ ഇറക്കുന്നത്. ആമേൻ. ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വാക്യം ആ കെട്ടും അഴിക്കും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. പിടി കിട്ടുന്നുണ്ടോ? ഇനി യെഹെസ്കേൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എടുക്കാം. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം. എന്നിട്ട് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരാൻ പോവാണ്. ആമേൻ. നമ്മുടെ വിഷയം പുതിയ നിയമം എന്നുള്ളതാണ്. 18-ാം അധ്യായം, യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം, അതിന്റെ 19-ാം വാക്യം മുതലുള്ള വാക്യം വായിച്ചു. 3-ാം വാക്യവും 4-ാം വാക്യവും ആദ്യം ഒന്ന് വായിച്ചേ. എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ലെന്ന്. ഇനി നിങ്ങൾ ഈ പഴഞ്ചൊല്ല് പറയാൻ ഇടവരത്തില്ല. ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അടുത്തത് സകല ദേഹികളും എനിക്കുള്ളവർ, അവന്റെ അപ്പന്റെ പ്രാണനും. 4-ാം വാക്യം വായിച്ചാൽ നിർത്തിക്കോ. അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യും? മരിക്കും. അടുത്തത്, എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ. 4-ാം വാക്യം കഴിഞ്ഞാൽ നിർത്തിക്കോ. ഇനി അതിന്റെ 19-ാം വാക്യം മുതലുള്ള വാക്യം കൂടെ വായിച്ചോ. മകൻ അപ്പന്റെ അകൃത്യം നിങ്ങൾ ചോദിക്കുന്നു. അതാണ് പഴയ നിയമത്തിന്റെ നിയമവ്യവസ്ഥിത. അടുത്തതാ അവൻ ജീവിച്ചിരിക്കും. പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യും? മരിക്കും. അടുത്തത്, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട. ആ മകൻ അപ്പന്റെ അകൃത്യം എന്ത് ചെയ്യണ്ട? വഹിക്കേണ്ട. ഏത് കാലത്ത്? പുതിയൊരു നിയമം ചെയ്യുന്ന കാലത്ത്. ഹല്ലേലൂയ. ഏത് കാലത്ത്? ഈ സഭായോഗം നടക്കുന്ന കാലത്ത്. ആമേൻ. അങ്ങനെങ്കിൽ ആ കാലത്തിനകത്ത് നമ്മൾ ഉൾപ്പെട്ടിരിക്കാൻ ഇന്ന് ഓർഡർ ഓഫ് ഫിലദൽഫിയ സഭയിലെ ദൈവമക്കൾ ഒരുമിച്ച് പറയണം, ഒരു പിതാവിന്റെ ആമേൻ പിതൃശാപവും ഞാൻ വഹിക്കേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ. ഇനി അടുത്തത്, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കണ്ട. അപ്പം മോന്റെയും വഹിക്കണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് ഈ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരെല്ലാം ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ. അപ്പോൾ ആ പ്രയോഗം ശ്രദ്ധിച്ചോ. അവനവൻ. ഒന്നും കൂടെ തെളിച്ചു പറയാം. പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതം വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. ശ്രദ്ധിക്കൂ, നിയമം എന്നുള്ളത് ഒരു വലിയ പഠന വിഷയമാണ്. നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്തിലാണ് നമ്മൾ പാർക്കുന്നത്. ഏകദേശം 470ഓളം അനുച്ഛേദങ്ങളുള്ള ഒരു നിയമ സംവിധാനമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര നിയമമുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് 470ഓളം എന്ന് വേണമെങ്കിൽ പറയാം. PSC ഒക്കെ എഴുതാൻ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചോ, ഇരുന്നോട്ടെ. പുതിയ നിയമവിശ്വാസികളാണ് നമ്മൾ. നമുക്ക് എത്ര നിയമമുണ്ട്? വായി വരുന്നതല്ല നിയമം. നിയമത്തിന് വ്യവസ്ഥിതിയുണ്ട്. ഈ 66 പുസ്തകം ഒന്നിച്ച് കുത്തിക്കെട്ടി കിട്ടിയത് ഒരു വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥിതി എന്താണെന്നറിയാമോ? കാനോനിക നിയമം. അതിനനുസരിച്ച് ബൈബിൾ ക്രമീകരിച്ചത്.
അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബർന്നബാസ് എഴുതിയ ലേഖനമൊക്കെ വെളിയിൽ പോയത്. പലതും ഔട്ടായി. പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കാനോനികതയിൽ വെളിയിൽ പോയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. ഒരു മാനദണ്ഡം വെച്ചാണ് അത് ക്രമീകരിച്ചത്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഒരു വിഷയം ഉപദേശമാക്കാൻ ഒന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കൽപ്പിച്ചിരിക്കണം. രണ്ട് അപ്പോസ്തലന്മാർ ഉപദേശിച്ചിരിക്കണം. മൂന്ന് ആദിമ സഭയിൽ നടപ്പിലായിരിക്കണം. അല്ലാതെ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു പേക്കിനാവല്ല നിയമം, എൻ്റെ മനസ്സിൻ്റെ ആവേശമല്ല. പണ്ട് കുറച്ച് ആളുകളെ 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ കല്യാണം കഴിക്കുന്നത് പാപമാണെന്ന് കുറച്ചവർക്ക് വിശുദ്ധി മൂത്തപ്പ തോന്നി. പൗലോസ് അവരെ കയറി വിളിച്ച വിളി എന്താണെന്നറിയാവോ? സ്വന്തം മനസാക്ഷിയിൽ ചൂട് പിടിച്ചവരായി. അപ്പൊ സ്വന്തം മനസാക്ഷി ചൂട് പിടിക്കുമ്പോൾ നിയമം പലതും തോന്നും. 21 ഉപവാസം ഇരിക്കുമ്പോൾ ബ്ലഡൊക്കെ ചൂടായിരിക്കുമ്പോൾ പലതും ഇനി ശ്വാസം വിടാതെ ഉപവസിച്ചാൽ കൊള്ളാമെന്നും കൂടെ തോന്നും. അടുത്ത ഉപവാസം. ഇന്ന് സ്വന്തം മനസാക്ഷിയുടെ ചൂട് നിയമമല്ല. സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇന്നത്തെ കാലം എല്ലാം മീഡിയ ഉള്ള കാലമാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് വളരെ ചെറുപ്പത്തിലാണ്. എന്നാൽ എൻ്റെ അന്നത്തെ രക്തത്തളപ്പിൽ ഒന്നും വരാതിരിക്കണം എന്ന് ഞാനൊരു ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുകൊണ്ട് അന്ന് പ്രസംഗിച്ച പ്രസംഗം ഇന്നും പ്രസംഗിക്കാൻ പറ്റും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. പരീക്ഷ പ്രവൃത്തിയെ കുറിച്ച് കൊതുകിനെ അരിച്ച് ഒട്ടകത്തെ എന്ത് ചെയ്യുക? നമ്മൾ അരിക്കുന്ന കൊതുക് ഏതൊക്കെയാണെന്നറിയാവോ? പണ്ട് ടെലിവിഷനെ വിളിച്ചു പിശാചി പെട്ടി, ഇതിനെ വിളിച്ചത്. ഇപ്പം എല്ലാ വീട്ടിലും വന്നു, ഓളിലും വന്നു. പണ്ട് പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചതിന് സഭയിൽ നിന്ന് മുടക്കി. എന്തെന്ന്? ടൂത്ത് പേസ്റ്റ് ഇട്ട്. അപ്പൊ പിന്നെ എന്തോ തേക്കണം? ഉമുക്കരി ഇട്ട് തേക്കുന്നതാണ് വിശുദ്ധി. ചെരുപ്പിടാത്ത വിശുദ്ധന്മാരുണ്ട്, തല എണ്ണ തേക്കാത്ത വിശുദ്ധന്മാരുണ്ട്. ഇത് വെള്ളയും മാത്രം ഇടുന്നതാണ് വിശുദ്ധി. ബാക്കിയുള്ളതെല്ലാം സ്തോത്രം. അതൊന്നും നിയമമാക്കാൻ പറ്റില്ല. വ്യക്തിപരമായ താല്പര്യമോ ശൈലിയോ ഏത് വേസ്റ്റ് ഇട്ട് തേക്കണം, ഓതറ സഭയ്ക്ക് ഇവിടെ കമ്മിറ്റി കൂടി തീരുമാനം എടുക്കാൻ പറ്റുമോ? ഏത് സോപ്പിട്ട് നിങ്ങൾ കുളിക്കണം, അതൊക്കെ പൗരന്റെ വ്യക്തിപരമായ പൗരാവകാശത്തിനകത്തുള്ള കാര്യങ്ങളാണ്. നിയമത്തിന് മാനദണ്ഡമുണ്ട്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന്, പഴയ നിയമ പ്രവചനത്തിന്റെ പ്രത്യക്ഷര നിവർത്തിയാണേത് പുതിയ നിയമം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഈ നിയമത്തിലേക്ക് കൊണ്ടുവന്നത് ഓർത്ത് സ്തോത്രം. അതിൻ്റെ ഒരു അവസാന പോയിന്റ് മാത്രം പറഞ്ഞതൊന്ന് ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു. ഈ നിയമം അനുസരിക്കുന്നവർക്ക് ഇതിൻ്റെ അടിയിൽ വിശേഷതയേറിയ ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ നിയമം ആര് പ്രമാണിക്കും? അവൻ്റെ ശിരസിൽ അനേക ആശീർവാദം വന്നിറങ്ങും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാം. ഒന്നും കൂടെ തെളിച്ചു പറയാം. ഭക്തിയോടെ ഈ പ്രമാണമനുസരിച്ച് ആര് നിൽക്കുമോ, ഈ നിയമത്തിന്റെ വ്യവസ്ഥയ്ക്ക് കീഴിൽ ആര് നിൽക്കുമോ, അവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാലോചന കൈമാറുമ്പോൾ വരുന്നൊരാഴ്ചയിൽ ക്രിസ്തുവിൽ നയിക്കാൻ പോകുന്ന ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ സന്ദേശം കൈമാറുന്നു. വചനത്തിൽ നിൽപ്പീൻ, ഉപദേശത്തിൽ നിൽപ്പീൻ, കൽപ്പനയിൽ നിൽപ്പീൻ. യേശുവിന്റെ വാക്കുകളെ അംഗീകരിച്ച് അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവീൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.